അഹമ്മദാബാദ് എയർ ഇന്ത്യ AI-171 വിമാനാപകടത്തിന് ഇന്നേക്ക് ഒരു വർഷം. ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ ദുരന്തങ്ങളിലൊന്നായിരുന്നു 2025 ജൂൺ 12 ഗുജറാത്തിലെ അഹമ്മദാബാദിലുണ്ടായ എയർ ഇന്ത്യ AI-171 വിമാനാപകടം. ബോയിംഗ് ഡ്രീംലൈനർ വിമാനങ്ങളുടെ ചരിത്രത്തിലെ ആദ്യത്തെ മാരകമായ അപകടമായിരുന്നു ഇത്. ജൂൺ 12 അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം. എയർ ഇന്ത്യ 171 റൺവേ 23യിൽ നിന്നും ഉച്ചയ്ക്ക് 1:38 ടേക്ക് ഓഫ് ചെയ്യുന്നു. ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിലേക്കാണ് യാത്ര. 230 യാത്രക്കാരും 12 ജീവനക്കാരും ഉൾപ്പെടെ ആകെ 242 പേരാണ് ബോയിംഗ് 787-8 ഡ്രീം ലൈനർ വിമാനത്തിലുണ്ടായിരുന്നത്. ടേക്ക് ഓഫ് ചെയ്ത് കൃത്യം 3 സെക്കൻഡുകൾക്ക് ശേഷം 2 എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഒന്നിനു പുറകെ ഒന്നായി റൺ പൊസിഷനിൽ നിന്നും കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറ്റപ്പെട്ടു. പൈലറ്റുമാർ അടിയന്തര മെയ് ഡേ സന്ദേശം അയച്ചു. പക്ഷേ പറന്നുയർന്ന് 32 സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ വിമാനത്താവളത്തിൽ നിന്നും 1.7 കിലോമീറ്റർ അകലെയുള്ള BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ സമുച്ചയത്തിനു മുകളിലേക്ക് വിമാനം തകർന്നു വീണു. വൻ തീപിടുത്തമുണ്ടായി. ഹോസ്റ്റൽ കെട്ടിടങ്ങൾക്കും പരിസര പ്രദേശങ്ങൾക്കും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന 242 പേരിൽ 12 ജീവനക്കാരും 229 യാത്രക്കാരും മരണപ്പെട്ടു. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് റൂപാണിയും മരിച്ചവരിൽ ഉൾപ്പെട്ടു. എമർജൻസി എക്സിറ്റിനരികെ 11A സീറ്റിലിരുന്ന വിശ്വാസ് കുമാർ രമേശ് എന്ന 40-കാരനായ ബ്രിട്ടീഷ് പൗരൻ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. വിമാനം തകർന്നു വീണത് ഹോസ്റ്റലിന് മുകളിലായതിനാൽ അവിടെയുണ്ടായിരുന്ന വിദ്യാർത്ഥികളും ഡോക്ടർമാരും വഴിയാത്രക്കാരുമടക്കം 19 പേർ കൊല്ലപ്പെട്ടു. 60-ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. മൊത്തം 260 പേരാണ് കൊല്ലപ്പെട്ടത്. മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധനകൾ നടത്തേണ്ടി വന്നു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയത്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഉടനുണ്ടായ പരിഭ്രാന്തിയിൽ പൈലറ്റിന് സംഭവിച്ച ഗുരുതരമായ പിഴവോ മനഃപൂർവ്വമായ നടപടിയോ മൂലമാണ് എഞ്ചിനുകൾ ഓഫായതെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.